ദൈവാതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ ഒരു ദിവസം കൂടി നമുക്ക് കർത്താവ് തന്നിരിക്കുന്നു. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമ്മുടെ സഭയുടെ ക്രമീകരണങ്ങളനുസരിച്ച് 50 നോയമ്പിൻ്റെ കാലയളവിലാണ് നാം ജീവിക്കുന്നത്. നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, മോശയും ഏലിയാവും 40 നാൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടിയിരുന്നു എന്ന്. നമ്മുടെ പിതാക്കന്മാർ പാടുന്നുണ്ട്, മോശയും ഏലിയായും അവർ നോറ്റുപവാസം 40 നാൾ, യേശുമീ നോമ്പേറ്റതിനാൽ നാശകനെ തോൽപ്പിച്ചുടനെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും 40 ദിവസം ദൈവത്തോടുകൂടെ ഉപവാസത്തോടെ ഇരുന്നു എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്? നാശകനായ, ദുഷ്ടനായ, വഞ്ചകനായ പിശാചിനെ ജയിക്കുവാനാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ക്രമീകരണങ്ങളനുസരിച്ച് 50 നോയമ്പിൻ്റെ അവസാന നാളുകളിലേക്ക്, ആശ ആഴ്ചയിലേക്ക് നാം വന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമ്മയുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ ശോധന ചെയ്യുവാനും കർത്താവിനോട് അടുക്കുവാനുമുള്ള ഒരുക്കത്തിൻ്റെ നാളുകളും പാപമോചനം ലഭിക്കുന്ന നാളുകളുമാണ് ഈ ആഴ്ചയും ഈ 50 നോയമ്പ് സഭയുടെ മക്കളുടെ ഒരുക്കത്തിൻ്റെ കാലയളവാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരിക്കൽ കൂടി ദൈവത്തോട് അടുക്കുവാനുള്ള അവസരമാണ് സഭ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. നാളുകൾ കഴിയുന്തോറും, ദിവസങ്ങൾ കഴിയുന്തോറും നമ്മുടെ ആയുസ് ഈ ഭൂമിയിൽ തീർന്നു പോകുമ്പോഴും നാം നിത്യതയോട് അടുത്തുകൊണ്ടിരിക്കുന്നുവെന്നും നാം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകേണ്ടവരാണെന്നുമുള്ള ആ ഒരു വലിയ ചിന്ത നമ്മെ ഭരിക്കുന്നുണ്ടോ എന്ന്. മനുഷ്യൻ വാർദ്ധക്യത്തിലേക്ക് അടുക്കും തോറും അവനെ ഭരിക്കേണ്ട വലിയൊരു ചിന്തയാണത്. ഈ ലോകം വിട്ട് കടന്നു പോകേണ്ടവനാണ് ഞാൻ, ദൈവത്തോടു കൂടെയാണ് എൻ്റെ നിത്യത, അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിൽ എൻ്റെ ആയുസ്സിനെ ക്രമീകരിക്കുന്നത്. നാം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. ദൈവത്തിന് സ്തോത്രം. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് തിരുവചനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിച്ചേക്കാം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന കനാൻ ദേശം ഉറ്റുനോക്കേണ്ടതിന് ആളുകളെ അയക്ക. അതത് ഗോത്രത്തിൽ നിന്ന് ഓരോ ആളെ അയക്കണം. അവരെല്ലാവരും പ്രഭുക്കന്മാരായിരിക്കണം. ഇസ്രായേൽ മക്കള് കനാൻ ദേശം ഒറ്റുനോക്കുവാൻ അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ ഗോത്രത്തിൽ നിന്ന് പ്രഭുക്കന്മാരായ 12 പേരെ തിരഞ്ഞെടുത്ത് കനാൻ ദേശം ഒറ്റുനോക്കുവാൻ അയക്കണമെന്ന് അവിടെ ആലോചന കേൾക്കുകയാണ്. ഈ ഭാഗത്ത് നാം വായിക്കുന്നുണ്ട്, യഹോവയുടെ ആലോചന പ്രകാരമാണ് കനാൻ ദേശം ഒറ്റുനോക്കുവാൻ പോയത്. എന്നാൽ ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 22, 23 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ഇസ്രായേൽ മക്കളുടെ ആഗ്രഹപ്രകാരമാണ് കനാൻ ദേശം ഒറ്റുനോക്കുവാൻ പോയതെന്ന്. ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, അവിടെയും കാണുന്നുണ്ട്, പ്രഭുക്കന്മാരായിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരെ കനാൻ ദേശം ഒറ്റുനോക്കുവാൻ അയച്ചു എന്ന്. ദൈവത്തിന് സ്തോത്രം. തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, പല ഭാഗങ്ങളിലായി ശത്രു രാജ്യങ്ങളെ ഒറ്റുനോക്കുവാൻ ദൈവജനത്തെ അയച്ചു എന്ന്. യോശുവയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, യെരിഹോ കോട്ട ഒറ്റുനോക്കുവാൻ യോശുവ 2 പേരെ അയച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, ഹായി കോട്ട ഒറ്റുനോക്കുവാൻ ഇസ്രായേൽ മക്കളെ അയച്ചു എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്തിനാണ് ഈ ദൈവജനത്തെ ഒറ്റുനോക്കുവാൻ അയക്കുന്നത്? ആ കോട്ടയുടെ ബലവും അവിടെ പാർക്കുന്ന ജനങ്ങളുടെ ശക്തിയും ആ ദേശത്തിൻ്റെ ഫലഭൂയിഷ്ടിയും എല്ലാം അറിഞ്ഞ് അതിനൊത്തവണ്ണം യുദ്ധം ചെയ്യുവാനാണ് ഒറ്റുകാരെ അയക്കുന്നത്. ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്തേക്ക് അവർക്ക് വാഗ്ദത്തം ചെയ്ത, ദൈവം അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന പാലും തേനും ഒഴുകുന്ന ആ കനാൻ ദേശം കാണുവാനുള്ള അവസരം അവരിൽ 12 പേർക്ക് ലഭിച്ചിരിക്കുകയാണ്. ഈ കനാൻ ദേശം എങ്ങനെയുള്ളതാണെന്നും അവിടുത്തെ ഫലങ്ങളും അവിടുത്തെ ജനങ്ങളും കോട്ടകളും പട്ടണങ്ങളും എല്ലാം എത്രമാത്രം ഉറപ്പുള്ളതാണ്, ഫലവത്താണെന്ന് അറിയുവാനാണ് അവരെ അയക്കുന്നത്. ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തർ വീതം, എല്ലാവരും പ്രഭുക്കന്മാരാണ്. 12 ഗോത്രങ്ങളിൽ നിന്ന് 12 പ്രഭുക്കന്മാരായവരെ തിരഞ്ഞെടുത്ത് കനാൻ ദേശം ഒറ്റുനോക്കുവാൻ അയക്കുന്നതാണ് ഈ സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. അവർ കനാൻ ദേശത്ത് ചെന്ന്, പ്രിയപ്പെട്ടവരെ, അവർ എങ്ങനെ, ഏതു വഴിക്ക് പോകണം, ഏതെല്ലാം സ്ഥലങ്ങളിലൂടെ നടക്കണം, എല്ലാം അവരെ പരമേൽപ്പിച്ചാണ് വിട്ടത്. കനാൻ ദേശം ഒറ്റുനോക്കുവാൻ
ഭാഗ്യം കിട്ടിയവര്. പ്രിയപ്പെട്ടവരെ, 600,000 ചെങ്കടൽ കടന്ന് വന്നവരുണ്ടെന്നാൽ അവരെല്ലാം ദൂരത്തിരിക്കുമ്പോൾ ആ തിരഞ്ഞെടുക്കപ്പെട്ട 12 പേർക്ക് ദൈവം ഞങ്ങൾക്ക് തരാമെന്ന് വാക്ക് പറഞ്ഞിരിക്കുന്ന ആ കനാൻ ദേശം കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നാം ജീവിക്കുന്നു. നമ്മുടെ നിത്യത എത്രയോ അകലെയാണ്. നമുക്ക് ഈ ഭൂമിയിൽ എത്ര കാലം ആയുസ്സുണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ വാഗ്ദത്ത കനാനിലേക്ക് ഇസ്രായേൽ ജനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ യാത്രയായതുപോലെ പ്രിയപ്പെട്ടവരെ, വാഗ്ദത്ത ദേശം കാണുവാൻ, സ്വർഗീയ കനാനിൽ കാലുകുത്തുവാൻ, നിത്യതയിൽ യേശുവിനോടുകൂടെ ജീവിക്കുവാനുള്ള വിളിയും തെരഞ്ഞെടുപ്പും ലഭിച്ചവരാണ് സമർപ്പിച്ച ദൈവമക്കള്. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. നമുക്ക് ആ പ്രത്യാശയുണ്ടോ? വാഗ്ദത്ത ദേശത്ത് എനിക്ക് ചെന്ന് പറ്റണമെന്നുള്ള ആ ദാഹം നമ്മെ ഭരിക്കുന്നുണ്ടോ? സ്വർഗീയ കനാനിൽ ലാക്കാക്കിയാണോ നാം ജീവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, വീണ്ടെടുക്കപ്പെട്ട കൂട്ടമാണ് ദൈവരാജ്യം ലാക്കാക്കി ജീവിക്കുന്നവര്. ഈ ലോകത്ത് കോടാനുകോടി ജനങ്ങളുണ്ട് എങ്കിലും അതിൽ എത്രയോ തുച്ഛം ആളുകൾക്ക് മാത്രമാണ് ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. സ്വർഗീയ കനാനെ ലാക്കാക്കി ലഭിക്കുക. അവരെക്കുറിച്ച് തിരുവചനം പറയും, അവർ ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാണെന്ന്. അങ്ങനെയുള്ളവരുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിലേഖനം 3:20 പറയും. നമ്മുടെ പൗരത്വമോ അത് സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു എന്ന്. ഈ അനേക മൈലുകൾക്കപ്പുറം ജീവിക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട 12 പേർക്ക് കനാൻ ദേശം ഒറ്റുനോക്കുവാനുള്ള അവസരം ലഭിച്ചു എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. അതിന്റെ 17-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മോശ കനാൻ ദേശം ഉറ്റുനോക്കുവാൻ അവരെ അയച്ചു. അവരോട്, നിങ്ങൾ ഈ വഴി തെക്ക് ദേശത്ത് ചെന്ന് മലയിൽ കയറി ദേശം ഏതുവിധമുള്ളത്. എന്തെല്ലാം കാര്യങ്ങളാണ് അവരെ വരമേൽപ്പിച്ചു വിട്ടിരിക്കുന്നത്. തെക്കേ ദേശത്ത് ചെന്ന് മലയിൽ കയറി ദേശം ഏതുവിധമുള്ളത്. വായിച്ചോ. അതിൽ കുടിയിരിക്കുന്ന ജനം ബലവാന്മാരോ ബലഹീനരോ, അതിൽ പാർക്കുന്ന ജനങ്ങള് ബലവാന്മാരാണോ ബലഹീനരാണോ? ചുരുക്കമോ അധികമോ, അവിടെ ആളുകൾ ചുരുക്കമാണോ അധികമാണോ? അവർ പാർക്കുന്ന ദേശം നല്ലതോ ആകാത്തതോ, അവർ പാർക്കുന്ന ആ ദേശം നല്ല ദേശമാണോ അതോ ആകാത്തത് കൊള്ളരുതാത്ത ദേശമാണോ? അവർ വസിക്കുന്ന പട്ടണങ്ങൾ പാളയങ്ങളോ കോട്ടകളോ, അവർ വസിക്കുന്ന പട്ടണങ്ങൾ, ആ ദേശങ്ങള് അത് പട്ടണങ്ങളാണോ പാളയങ്ങളാണോ കോട്ടകളാണോ? ദേശം പുഷ്ടിയുള്ളതോ പുഷ്ടിയില്ലാത്തതോ, ആ ദേശം ഫലഭൂവിഷ്ടമാണോ എന്ന് നിങ്ങൾ നോക്കണം. അതിൽ വൃക്ഷമുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ നോക്കി അറിവീൻ. നിങ്ങൾ ധൈര്യപ്പെട്ട് ദേശത്തിലെ ഫലങ്ങളും കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. അവരെ അയക്കുമ്പോൾ മോശ അവരെ വരമേൽപ്പിച്ച് വിടുകയാണ്. നിങ്ങൾ ഇന്ന വഴിക്ക് പോകണം, ഇന്ന മലയിലൂടെ അവിടെ പ്രവേശിക്കണം. മാത്രമല്ല അവിടെ ചെന്നാല് അവിടുത്തെ ജനങ്ങൾ ബലവാന്മാരാണോ എന്ന് നോക്കണം. പട്ടണങ്ങളെല്ലാം ഉറപ്പുള്ളതാണോ എന്ന് നോക്കണം. അവിടെ നല്ല ഫലഭൂഷ്ടമായ ദേശങ്ങളാണോ എന്ന് നോക്കണം. മാത്രമല്ല മോശയവരെ ഭരമേൽപ്പിച്ച് വിട്ടിരിക്കുകയാണ്. എന്ത്? നിങ്ങൾ പോരുമ്പോൾ ആ ദേശത്തിലെ ഫലങ്ങളും കൂടി കൊണ്ടുവരണമെന്ന്. പ്രിയപ്പെട്ടവരെ, കനാൻ ദേശത്തെ ആ വലിയ വിളവിൽ നിന്ന് ചിലതെല്ലാം നിങ്ങൾ സ്വരൂപിച്ച് കൊണ്ടുവരണമെന്ന്. പ്രിയപ്പെട്ടവരെ, താഴോട്ട് നാം വായിക്കുമ്പോൾ കാണുന്നുണ്ട് അവിടെ അവർ എന്തെല്ലാം കണ്ടു എന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വായിക്കാം. അവർ തെക്കേ ദേശത്തൂടി ചെന്ന് ഹെബ്രോനിലെത്തി. അവിടെ അനാക്കിന്റെ പുത്രന്മാരായ അഹീമാനും ശേഷായിയും തൽമായിയും ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവിടെ അവര് കണ്ടത് അതികായകന്മാരായ മനുഷ്യരെയാണ്. അവിടെ അനാക്കിന്റെ പുത്രന്മാരായ അഹീമാനും ശേഷായിയും തൽമായിയും ഉണ്ടായിരുന്നു. അതികായകന്മാരായ മനുഷ്യരെയാണ് അവർ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. അവർ ആ ദേശത്തെ ജനങ്ങൾ ബലവാന്മാരാണോ ബലഹീനരാണോ എന്ന് നോക്കുമ്പോൾ അവർ കാണുകയാണ് അനാക്കിന്റെ പുത്രന്മാരെ. വായിക്കാം. ഹെബ്രോൻ മിസ്രൈമിലെ സോവാറിന് 7 സംവത്സരം മുമ്പേ പണിതതായിരുന്നു. അവർ എസ്കോൽ താഴ്വരയോളം ചെന്ന് അവിടെ നിന്ന് ഒരു മുന്തിരിവള്ളി കുലയോടെ പറിച്ചെടുത്തു. ഒരു തണ്ടിന്മേൽ കെട്ടി 2 പേർ ചുമന്നു. അവർ പാതളപ്പഴവും അത്തിപ്പഴവും കൂടെ കൊണ്ടുവന്നു. മോശെ അവരെ പറഞ്ഞ് വരമേൽപ്പിച്ചതുപോലെ അവർ മടങ്ങിപ്പോരുമ്പോൾ അവർ എസ്കോൽ താഴ്വരയോളം ചെന്നു. അവിടെ നിന്ന് ഒരു മുന്തിരിവള്ളി കുലയോടെ പറിച്ചെടുത്തു. ഒരു തണ്ടിന്മേൽ കെട്ടി 2 പേർ കൂടി ചുമന്നു. അവർ മാതളപ്പഴവും അത്തിപ്പഴവും കൂടെ കൊണ്ടുപോകുന്നു. ദൈവമക്കളെ, കനാൻ ദേശം ഒറ്റുനോക്കി അവിടുത്തെ ജനങ്ങളെയെല്ലാം കണ്ട് അവർ വളരെ ഭയപ്പാടുള്ളവരാണെങ്കിലും മോശ പറഞ്ഞതുപോലെ ആ കനാൻ ദേശത്തെ വിളവുകളിൽ നിന്ന് അവർ ചിലതെല്ലാം ശേഖരിച്ചു. അവർ ഒരു മുന്തിരിക്കുല വള്ളിയോടെ മുറിച്ചെടുത്തു. തണ്ട് കെട്ടി 2 പേര് കൂടി ചുമന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്.
ആ ദേശത്തിന്റെ ഫലഭൂഷ്ടിയാണ് കാണിക്കുന്നത്. കൂടെ അവര് അത്തിപ്പഴവും മാതളപ്പഴവും എല്ലാമായി പ്രിയപ്പെട്ടവരെ ഇസ്രായേൽ ജനം കനാൻ ദേശം ഒറ്റുനോക്കി അവർ ഇസ്രായേൽ പാളയത്തിലേക്ക് മടങ്ങി വരികയാണ്. 12 പേര് കനാൻ ദേശത്തുകൂടി 40 ദിവസം സഞ്ചരിച്ച് കനാൻ ദേശത്തിന്റെ എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കി പ്രിയപ്പെട്ടവരെ പോരാൻ സമയത്ത് അവിടുത്തെ ഫലങ്ങളും പ്രിയപ്പെട്ടവരെ അതെല്ലാമായി അവര് പാളയത്തിലേക്ക് വരികയാണ്. 25 മുതൽ വായിക്കാം. അവർ 40 ദിവസം കൊണ്ട് ദേശം ഉറ്റുനോക്കിക്കഴിഞ്ഞ് മടങ്ങി വന്നു. അവർ യാത്ര ചെയ്ത് പാറാൻ മരുഭൂമിയിലെ കാദേശിൽ മോശയുടെയും അഹരോന്റെയും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയുടെയും അടുക്കൽ വന്ന അവരോട് സർവ്വസഭയോടും വർത്തമാനം അറിയിച്ചു. ദേശത്തിലെ ഫലങ്ങളും അവരെ കാണിച്ചു. അവർ അവനോട് വിവരിച്ച് പറഞ്ഞതെന്തെന്നാൽ, നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി. അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. അതിലെ ഫലങ്ങൾ ഇതാ. എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും. അവർ ആ കനാൻ ദേശം കണ്ടുവന്ന വിശേഷമെല്ലാം പറയുകയാണ്. ഈ 40 ദിവസം അവർ കനാൻ ദേശത്തുകൂടി ചുറ്റി നടന്ന് എല്ലാം വിശദമായി കണ്ട് പഠിച്ച് അവർ മടങ്ങി വന്ന് ദൈവത്തിനും മോശയ്ക്കും ജനത്തിനും വിരോധമായി അവർ മത്സരിക്കുകയും പിറുപിറുക്കുകയും അവിശ്വാസത്തിന്റെ വാക്കുകളെല്ലാം പറയുകയും ചെയ്തുകൊണ്ടാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അന്ന് ദൈവം അവരോട് പറഞ്ഞു, 40 ദിവസം കനാൻ ദേശം ഒറ്റുനോക്കിയ ആ ദിവസത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിന് 1 വർഷം വെച്ച് നിങ്ങൾ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരുമെന്ന്. പ്രിയപ്പെട്ട ഇസ്രായേൽ ജനം 40 ദിവസം മരുഭൂമിയിൽ ചുറ്റി നടന്നു എന്ന്. ഈ കനാൻ ദേശം ഒറ്റുനോക്കിയവര് മടങ്ങി വന്നവർ എന്തെല്ലാം വാർത്തകളാണ്, വർത്തമാനങ്ങളാണ് ഈ ഇസ്രായേൽ സഭയെ അറിയിക്കുന്നത്. അതിന്റെ 23-ാമത്തെ വാക്യമാണ് നാം വായിച്ചു കേട്ടത്. അവിടെ അവർ ചുറ്റി നടന്ന് ആ ദേശത്തെ ഫലങ്ങളും പ്രിയപ്പെട്ടവരെ അവിടുത്തെ മുന്തിരിക്കുലകളും അത്തിപ്പഴവും മാതളപ്പഴവും എല്ലാം ചുമന്നുകൊണ്ടു പോന്നു എന്ന്. ദൈവമക്കളെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരെല്ലാം ഒരുമിച്ചാണ് പോയത്, ഒരാഗ്രഹത്തോടെയാണ് പോയത്, ഒരു ദേശത്തേക്കാണ് അവർ പോയത്. അവരെല്ലാം കണ്ടത് ഒന്നുപോലുള്ള കാഴ്ചകളാണ്. അവരെല്ലാം കണ്ടത് ആ കനാൻ ദേശത്തെ അധികാരന്മാരായ മനുഷ്യരെയും അവിടുത്തെ ഫലഭൂഷ്ടിയെയും. അതെല്ലാം അവർ 40 ദിവസം ഒരുമിച്ച് നടന്ന് എല്ലാം കണ്ട് അവർ മടങ്ങി വന്നു എന്ന്. ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ഇതുപോലെയാണ്. ഏതെങ്കിലും കൂട്ടായ്മകളിലോ ദൈവസഭകളിലോ നാം ചേർന്ന് നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം കേൾക്കുന്ന വചനം തന്നെയാണ് എല്ലാവരും കേൾക്കുന്നത്. എന്നാൽ നമ്മുടെ ഹൃദയം എന്താണെന്ന് എപ്പോഴും അത് വെളിപ്പെടണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിലെ ആലോചനകളും ചിന്തകളും നമ്മുടെ മനോഭാവങ്ങളുമെല്ലാം എപ്പോഴാണ് വെളിപ്പെടുന്നതെന്ന് മനുഷ്യൻ അറിഞ്ഞുകൂടാ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരേ വചനമാണ് കേൾക്കുന്നത്, ഒരേ കൂട്ടായ്മയിലാണ് ഇരിക്കുന്നത്, ഒരേ ആഗ്രഹത്തോടെയാണ് വരുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ഹൃദയം ഒരേ ലക്ഷ്യത്തിലേക്ക് വരുന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു ഒരിക്കല്, നെല്ലും കളയും ഗോതമ്പും കളയും ഒരുമിച്ച് വളർന്നുകൊള്ളട്ടെ, അതൊന്നും ഇപ്പോൾ വേർതിരിക്കേണ്ട, രണ്ടും ഒരുമിച്ച് വളരട്ടെ എന്ന്. കാരണം കള പറിച്ചാൽ നല്ലതിന് കേടുവരാൻ ഇടയുണ്ട് എന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്. ദൈവമക്കളെ, ആ നല്ല ഗോതമ്പിനിടുന്ന വളവും അതിന് കൊടുക്കുന്ന വെള്ളവും പരിചരണവും എല്ലാം ആ കളയും അനുഭവിക്കുകയാണ്. എന്നാൽ കർത്താവ് പറഞ്ഞു, ഒരു ദിവസം വരെയുമേ ഇതെല്ലാം ഒരുമിച്ച് പോവുകയുള്ളൂ, കൊയ്ത്തോളമേ ഒരുമിച്ച് വളരുകയുള്ളൂ. കൊയ്ത്തിന്റെ നാളില് കൊയ്ത്തിന്റെ യജമാനൻ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നെല്ലും പതിരും നല്ല ഗോതമ്പും പതിരും വേർതിരിക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന്. ദൈവമക്കളെ, ഇവിടെ നാം വായിക്കുന്നുണ്ട്, കനാൻ ദേശം ഒറ്റുനോക്കിയ 12 പേര് മടങ്ങി വന്നപ്പോൾ അവര് 2 കൂട്ടമായി പിരിഞ്ഞു എന്ന്. ദൈവമക്കളെ, 10 പേർ ഒരു ഭാഗത്തും 2 പേർ ഒരു ഭാഗത്തുമായി അവർ 2 കൂട്ടമായി പിരിഞ്ഞുപോയി എന്ന്. അവർ 2 അഭിപ്രായമുള്ളവരായി, 2 കാഴ്ചപ്പാടുള്ളവരായി, വ്യത്യസ്ത ചിന്താഗതിയുള്ളവരായി, വ്യത്യസ്ത മനോഭാവമുള്ളവരായി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകളും മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്തുന്നതാണ്. നാം പറയുന്ന വാക്കുകളെല്ലാം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒന്നുകിൽ സംശയമുളവാക്കാം, അല്ലെങ്കിൽ വിശ്വാസമുളവാക്കാം, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ മത്സര ചിന്തകൾ ഉളവാക്കാം. നാം വായിക്കുന്നുണ്ട്, അവര് 10 പേര് ഒരു ഭാഗത്തും 2 പേര് മറുഭാഗത്തുമായി നിൽക്കുകയാണ്. വായിക്കാം, നമുക്ക് 30-ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 2 പേര് അവര് ഒരുമിച്ചാണ് നിൽക്കുന്നത്.
അവർക്ക് ഭയമൊന്നുമില്ല. എന്നാൽ ഈ 10 പേര് ഭയമുള്ളവരാണ്. അവർ കനാൻ ദേശത്ത് കണ്ട ആ അതികായന്മാരായ മനുഷ്യരെ കണ്ട് അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ നോട്ടത്തില് അവരുടെ മുമ്പിൽ ഞങ്ങൾ വെട്ടുകിളികളെ പോലെയാണ് എന്ന്, ഞങ്ങൾ എത്രയോ നിസ്സാരന്മാരാണെന്ന്. ദൈവമക്കളെ, എന്നാൽ കാലേബും മോശയും ദൈവത്തോട് കൂടെ നിന്ന് കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി നാം ചെന്നത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. എങ്കിലും അവനോടുകൂടെ പോയ പുരുഷന്മാർ ആ ജനത്തിന്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല, അവർ നമ്മിലും ബലവാന്മാരാകുന്നു എന്ന് പറഞ്ഞ് താങ്കൾ ഒറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, 10 പേര് ആ പാളയത്തിൽ പറഞ്ഞത് ദുർവർത്തമാനമാണ്. ഇസ്രായേൽ ജനത്തിന്റെ ഹൃദയം തകർന്നു പോകുന്ന, അവരുടെ ധൈര്യം കെട്ടുപോകുന്ന വാക്കുകളാണ് അവർ പറഞ്ഞത്. ദൈവമക്കളെ, 10 പേര് പറഞ്ഞ ആ വാക്കുകൊണ്ട്, നിരാശയുടെ വാക്കുകൊണ്ട്, അവിശ്വാസത്തിന്റെ വാക്കുകൊണ്ട്, ദൈവാശ്രയമില്ലായ്മയുടെ വാക്കുകൊണ്ട് എന്തുണ്ടായി? ഇസ്രായേൽ പാളയത്തില് ഒരു രാത്രി മുഴുവൻ വലിയ കരച്ചിലും നെടുവീർപ്പും ഉണ്ടായി എന്ന് 14-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കാം. അപ്പോൾ സഭയൊക്കെയും ഉറക്കെ നിലവിളിച്ചു, ജനം ആ രാത്രി മുഴുവനും കരഞ്ഞു. ദൈവമക്കളെ, നമ്മുടെ വാക്കുകൾക്ക് സ്വാധീനമുണ്ട്. എന്ത്? ആ 10 പേര് പറഞ്ഞ നിരാശയുടെയും അവിശ്വാസത്തിന്റെയും വാക്കുകൾ കേട്ട് ഇസ്രായേൽ പാളയത്തില് അന്ന് രാത്രി വലിയ നിലവിളി ഉണ്ടായി. കാരണം എന്താ? ദൈവം വാഗ്ദത്തം തന്ന് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് എത്തുമെന്നുള്ള ആ ആശയോടെ, പ്രത്യാശയോടെ മരുഭൂമിയും പ്രിയപ്പെട്ടവരെ അവരുടെ ജീവിതത്തിൽ വരുന്ന വലിയ കഷ്ടതകളും എല്ലാം അവർ തരണം ചെയ്തു പോവുകയാണ്. എന്നാൽ ഇതാ പെട്ടെന്ന് കേൾക്കുകയാണ്, അത് ഒരിക്കലും നമുക്ക് കൈവശമാക്കാൻ കഴിയുകയില്ല, കനാൻ ദേശം നമുക്ക് സ്വന്തമാക്കാൻ കഴിയുകയില്ല എന്ന്. ആ വാക്കുകൾ നിമിത്തം അന്ന് രാത്രി സഭയൊക്കെയും കരഞ്ഞു. ഇസ്രായേൽ പാളയത്തില് നിരാശയുടെ വലിയ കരച്ചിലുണ്ടായി എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ പ്രത്യാശയുള്ളതാണോ? ദൈവവിശ്വാസമുള്ളതാണോ? ദൈവത്തിൽ ആശ്രയമുള്ളതാണോ? നാം ഇന്ന് നോക്കുമ്പോൾ ദൈവമക്കളെ, ആ കനാൻ ദേശത്തെ ഫലങ്ങളൊക്കെ ചുമന്നുകൊണ്ടു വരുവാൻ എളുപ്പമായിരുന്നു. അവരുടെ ഹൃദയത്തിലെ വിഭിന്ന ചിന്തകൾ അന്നുമുണ്ട്, അതൊന്നും പുറത്തു വന്നില്ല എന്നുള്ള. എന്നാൽ ഇതെല്ലാം ചുമക്കാൻ എളുപ്പമാണ്. ഞാൻ പറയും ദൈവമക്കളെ, കൂട്ടായ്മയിൽ വന്നു, എന്തെല്ലാം ലോകപ്രകാരം കിട്ടി, ഏതെല്ലാം ഉയർച്ചകൾ കിട്ടി, എന്നെ ദൈവം ഏതെല്ലാം രീതിയിൽ അനുഗ്രഹിച്ചു, ഇതെല്ലാം നാം നോക്കി പോകരുത് ദൈവമക്കളെ. ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾ ഒന്നുമല്ല ദൈവം നമുക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവമക്കളെ, ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾ ചുമക്കാൻ, മുന്തിരിക്കുല തണ്ട് കെട്ടി ചോക്കാൻ, മാതളപ്പഴവും അത്തിപ്പഴവും ഒക്കെ ചോക്കാൻ അവർ ഒരുമിച്ചായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ അനുഗ്രഹമാകുന്ന അത്തിപ്പഴവും മുന്തിരിക്കുലയും മാതളപ്പഴവും എല്ലാം ചുമന്ന് സന്തോഷമായി നടക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ദൈവത്തിൽ ആശ്രയമുണ്ടോ? കർത്താവിൽ വിശ്വാസമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ലാക്കാക്കി ജീവിക്കുന്നത് സ്വർഗീയ കനാനാണോ? ദൈവമക്കളെ, അനാക്യ മല്ലന്മാരുള്ള ആ കനാൻ ദേശം എനിക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്നുള്ള ധൈര്യവും പ്രത്യാശയും നമുക്കുണ്ടോ? ദൈവത്തിലെ, നീ ഇന്ന് പാപത്തെ കണ്ട് ഭയന്നിരിക്കുന്നവനാണോ? നീ ഇന്ന് ലോകത്തിലേക്ക് നോക്കി വെറുതെ പിടിച്ചിരിക്കുന്നവനാണോ? ഈ ലോക സുഖങ്ങളും ഈ ലോകത്തിലെ നേട്ടങ്ങളുമെല്ലാം കണ്ട് സ്വർഗീയ കനാനിൽ ലാക്കാക്കി ജീവിക്കുന്നുവെന്ന് ഏക ചിന്തയോടെ ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്ക്. ഹൃദയം എവിടെയിരിക്കുന്നു? ലോകത്തിലാണോ? അവിശ്വാസത്തിലാണോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് പാപത്തെ ജയിക്കാൻ കഴിയാത്തത് കൊണ്ട് നിരാശപ്പെട്ടാണോ ഇരിക്കുന്നത്? നമുക്ക് ധൈര്യത്തിന്റെ വാക്കുകൾ പറയാൻ കഴിയണം, പ്രത്യാശയുടെ വാക്കുകൾ പറയാൻ കഴിയണം. അത് നമ്മുടെ ബലത്തിലോ നമ്മുടെ കഴിവിലല്ല, പിന്നെയോ ജീവനുള്ള ക്രിസ്തു എന്റെ കൂടെയുണ്ട്, അവൻ എന്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ കർത്താവ് പറഞ്ഞു, ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന്. ദൈവമക്കളെ, നാം ഭയപ്പെടരുത്, നാം നിരാശപ്പെടരുത്, അവിശ്വാസത്തിന് ഇടം കൊടുക്കരുത്, പുറകോട്ട് നാം നോക്കരുത്, മുമ്പിലെ വൈതരണികളെ കണ്ട് നാം പുറകോട്ട് കാലെടുത്ത് വെക്കരുത്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനക്കാരൻ പറയും, എന്റെ ദൈവത്താല് ഞാൻ മതിൽ ചാടിക്കടക്കുമെന്ന്. എന്റെ ദൈവത്തിന് സ്തോത്രം. മനുഷ്യന് അസാധ്യമാണ് പ്രിയപ്പെട്ടവരെ. വൻമതിലുകൾ നമ്മുടെ മുമ്പിൽ വന്നു എന്ന് വരാം, പ്രതികൂലങ്ങൾ വന്നു എന്ന് വരാം. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ദീപം കെട്ടിരിക്കുകയാണോ? വെളിച്ചം കെട്ടിരിക്കുകയാണോ? എന്റെ ദൈവം അതിന് മതിയായവനാണ്, കെട്ടുപോയ ദീപങ്ങളെ കത്തിച്ചു തരുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, 10 പേര് നിരാശയുടെ വാക്കുകൾ, അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ നാം വായിക്കുന്നുണ്ട്, കാലേബും യോശുവായും
ദൈവജനത്തിന്റെ മുമ്പിൽ പറയുന്ന വാക്കുകള് വായിക്കാം. ദേശത്തെ ഉറ്റുനോക്കിയവരിൽ നൂന്റെ മകൻ യോശുവയും യെഫുന്നയുടെ മകൻ കാലേബും വസ്ത്രം കീറി ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശം. പ്രിയപ്പെട്ടവരെ, രണ്ടുപേരുടെ അഭിപ്രായമാണ് വരുന്നത്. ഞങ്ങൾ ഒറ്റുനോക്കിയ ദേശം എത്രയും നല്ലതും അത് എത്രയും നല്ലതാണ്, നല്ല ദേശമാകുന്നു. അത് നല്ല ദേശമാകുന്നു. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ. പ്രിയപ്പെട്ടവരെ, അവർ പറയണേ, നിത്യനായ ദൈവം യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കില് അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുവന്ന് നമുക്ക് അത് തരും. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മളത് നേടുമെന്നല്ല പറഞ്ഞത്. എന്റെ ദൈവം, നമ്മുടെ ദൈവം നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന നല്ല ദേശത്തേക്ക് കൊണ്ടുവന്ന് അത് നമുക്ക് തരും. വായിച്ചോ. യഹോവയോട് നിങ്ങൾ മത്സരിക്ക മാത്രമരുത്. യഹോവയോട് നിങ്ങൾ മത്സരിക്കരുത്. ദൈവവഴികളെ ചോദ്യം ചെയ്യരുത്. ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിരുദ്ധമായി നിൽക്കരുത്. വായിച്ചോ. ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്. പ്രിയപ്പെട്ടവരെ, രണ്ടാമത് യോശുവ പറഞ്ഞു, ഒന്ന്, നിങ്ങൾ മത്സരിക്കരുത്. രണ്ട്, നിങ്ങൾ ഭയപ്പെടരുത്. അവർ നമുക്ക് ഇരയാകുന്നു. അവരുടെ ശരണം പോയിരിക്കുന്നു. നമ്മോടുകൂടെ യഹോവ ഉള്ളതുകൊണ്ട് അവരെ ഭയപ്പെടരുത്. യോശുവയും കാലേബും പറഞ്ഞു, നമ്മോടുകൂടി യഹോവയുണ്ട് എന്ന്. ദൈവമക്കളെ, പാറ പിളർന്ന് വെള്ളം കൊടുത്ത്, ദൈവമക്കളെ, മിസ്രയീമിന്റെ നടുവില് കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് സംഹാരകനിൽ നിന്ന് സംരക്ഷണം കൊടുത്ത് അത്ഭുതത്തിന്റെ വഴിയിലൂടെ നടത്തിയ ആ ദൈവത്തിൽ അവർക്ക് വിശ്വാസമില്ല. ദൈവത്തെ അവർക്ക് വിശ്വാസമില്ല. ഈ ദൈവം ഈ കനാൻ ദേശം തരാൻ മതിയായവനാണെന്ന് അവർക്ക് വിശ്വാസമില്ല. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളും പ്രതികൂലങ്ങളും എല്ലാം വരുമ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ നടത്തിയ വഴികൾ, എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്, എനിക്ക് മാനസാന്തരം തന്നൊരു ദൈവമുണ്ട്, എന്നെ പാപത്തിൽ നിന്ന് വിടുവിച്ചൊരു ദൈവമുണ്ട്. ദൈവമക്കളെ, നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയണം. ആ ദൈവം എനിക്ക് മതിയായവനാണ്. എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ വന്നാലും അവൻ മതിയായവനാണെന്നുള്ള ആ ബോധ്യം നമുക്ക് വേണം. ദൈവമക്കളെ, ഈ ദൈവജനത്തിന്റെ മുമ്പാകെ, ഇസ്രായേൽ സഭയുടെ മുമ്പാകെ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ധൈര്യത്തിന്റെയും ദൈവാശ്രയത്തിന്റെയും വാക്ക് പറഞ്ഞ ദൈവത്തിന്റെ മക്കളെ അവർ കല്ലെറിയണമെന്ന് പറഞ്ഞു. വായിച്ചതാവട്ടെ. എന്നാറേ അവരെ കല്ലെറിയണമെന്ന് സഭയെല്ലാം പറഞ്ഞു. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ആ ജനമെല്ലാം കൂടി പറഞ്ഞു, എന്ത്, ഇവരെ ഇനി വെച്ചേക്കരുത്, ഇവരെ കല്ലെറിഞ്ഞു കൊല്ലണം. കാരണം 10 പേര് പറഞ്ഞ ആ നിരാശയുടെ വാക്കല്ല ഇവർ പറയുന്നത്. ദൈവമക്കളെ, ശരിയായിട്ട് യേശുക്രിസ്തുവിന്റെ വാതയിൽ നിന്നിട്ട് ജീവന്റെ വചനം സത്യമായി പറഞ്ഞാൽ ദൈവമക്കളെ ആരും കൂടെ ഉണ്ടായി എന്ന് വരികയില്ല. ഞാൻ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, സ്തെഫാനോസ് ദൈവമക്കളെ ആദ്യത്തേതും അവസാനത്തേതുമായിട്ട് ഒറ്റ പ്രസംഗമേ പ്രസംഗിച്ചുള്ളൂ. അധികാര സ്ഥാനങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അവരോട് പറഞ്ഞു, ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരെ എന്ന്. ദൈവമക്കളെ, കഠോരമായ ദൈവത്തിന്റെ വചനം, ഇസ്രായേലിന്റെ ചരിത്രം മുഴുവൻ ഇതെല്ലാം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു എന്ന്. ദൈവമക്കളെ, സത്യത്തിന്റെ വചനം പറയുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ വചനം പറയുമ്പോൾ, ദൈവമക്കളെ, കളങ്കമില്ലാത്ത മായമില്ലാത്ത കുരിശിൽ മരിച്ച യേശുവിനെ മാത്രം വരയ്ക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അതിന് അനുകൂലമായി അധികം പേരുണ്ടായി എന്ന് വരികയില്ല. കാലേബും യോശുവായും പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് അവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് സഭയൊക്കെയും പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അന്ന് വലിയ നിലവിളി ഇസ്രായേൽ പാളയത്തിൽ ഉണ്ടായി. ദൈവമക്കളെ, നമുക്ക് വായിക്കാം 14-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ദേശത്തെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞവരുമായ പുരുഷന്മാർ യഹോവയുടെ മുമ്പാകെ ഒരു ബാധ കൊണ്ട് മരിച്ചു. ദൈവമക്കളെ, അവരെ എന്നും അങ്ങനെ വിട്ടില്ല ദൈവം. ആ 10 പേര്, ആ മത്സരികളായ പുരുഷന്മാര് യഹോവയുടെ മുമ്പാകെ ഒരു ബാധ കൊണ്ട് മരിച്ചു. അതിന്റെ താഴെ ഒരു വാക്യം കൂടി വായിക്കാം, 14-ന്റെ 44 കൂടി വായിക്കാം. എന്നിട്ടും അവർ ധാർഷ്ട്യം പൂണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ 10 പേര് ഒരു ബാധ കൊണ്ട് മരിച്ചിട്ടും ഇസ്രായേൽ ജനത്തിന് ഭയം വന്നില്ല, ദൈവഭയം ഉണ്ടായില്ല. അവർ ധാർഷ്ട്യം പൂണ്ട്. വായിച്ചോ. മലമുകളിൽ കയറി യഹോവയുടെ നിയമപെട്ടകവും മോശയും പാളയത്തിൽ നിന്ന് പുറപ്പെട്ടില്ല. അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവർ യാത്ര തുടങ്ങുമെന്ന് പറഞ്ഞു. അവർ പുറപ്പെടാൻ തുടങ്ങിയെന്നാൽ യഹോവയുടെ നിയമപ്പെട്ടവും മോശയും അവരോടുകൂടെ പോയില്ല. അവർ തോറ്റ് തുന്നം പാടിയെന്ന്. ദൈവമക്കളെ, മോശ അവരോട് പറഞ്ഞു ദൈവം കൂടെ ഇല്ല എന്ന്. ദൈവമക്കളെ, എന്താണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്?
അത്ഭുതം കണ്ടാലും അടയാളം കണ്ടാലും ദൈവശിക്ഷ കണ്ടാലും മനുഷ്യന്റെ ഹൃദയം മാറുകയില്ല എന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടായ്മയിൽ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. പെട്ടിയിൽ ഇപ്പൊ വരുമെന്ന് പറഞ്ഞ് കാത്തിരുന്നവര് പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ അത്ഭുത സൗഖ്യം കിട്ടി എത്രയോ വർഷങ്ങളായി ഇന്ന് ജീവിക്കുന്നു. എന്നാൽ ഞാൻ ചിന്തിക്കാറുണ്ട്, ആ അത്ഭുത രോഗസൗഖ്യം കിട്ടിയത് കൊണ്ട് പ്രിയപ്പെട്ടവരെ ആ കൂട്ടത്തിൽ നിന്ന് ആരും കർത്താവിനെ തേടി വന്നില്ല. ഞാൻ മനസ്സിലാക്കേണ്ടത് എന്താണ് ദൈവമക്കളെ? അത്ഭുതം കണ്ടതുകൊണ്ടോ അടയാളം കണ്ടതുകൊണ്ടോ മനുഷ്യന്റെ ഹൃദയം മാറുന്നില്ല, മനുഷ്യന്റെ ചിന്താഗതികൾ മാറുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കുരിശിലേക്ക് നോക്കിയേ. നീ ഒരു മത്സരിയാണോ സഹോദര? നീ ഒരു അവിശ്വാസിയാണോ സഹോദര? ദൈവാസനം ഇല്ലാത്തവനാണോ? നീ നിരാശയുടെ വാക്കുകൾ പറയുന്നവനാണോ? നീ മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്നവനാണോ? കുരിശിലേക്ക് നോക്കി സഹോദര, നിനക്കൊന്ന് എളിമപ്പെടാമോ? എക്കാലത്തും മകനെ മത്സരിയായി, അവിശ്വാസിയായി, ദുഷ്ടചിന്തകളോടുകൂടെ എന്നും ദൈവജനത്തോടുകൂടെ നിൽക്കാമെന്ന് ചിന്തിക്കേണ്ട സഹോദര. നെല്ലും പതിനും വേർതിരിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നീ എവിടെയായിരിക്കും? നിങ്ങളുടെ കണ്ണുകളെ കുരിശിലേക്ക് നോക്കി, രക്ഷകന്റെ തിരുമുഖത്തേക്ക് നോക്കി ഒരു വാക്ക് നിനക്ക് പറയാമോ? കർത്താവേ, അവിശ്വാസ ചിന്തകള്, മത്സര ചിന്തകള്, പല ചോദ്യങ്ങളും എന്റെ കർത്താവേ നിന്റെ തിരുമുമ്പാകെ ഞാൻ ഇന്ന് ഏറ്റുപറയുകയാണ്. അവിടുത്തെ തിരുരക്തം കൊണ്ട് എന്നെ ഒന്ന് കഴുകണമേ കർത്താവേ. എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച നിന്റെ തിരുരക്തത്തിൽ ഇപ്പോ ഞാൻ ആശ്രയിക്കുന്നു കർത്താവേ. നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. എന്റെ പാപവഴികളോടിന്ന് എന്നേക്കുമായി ഞാൻ യാത്ര പറഞ്ഞ് ഈ ആയുസ് നിനക്കായി സമർപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുവാൻ.